യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പം അവിടെയുള്ള കുറച്ച് വീഡിയോസ് എന്താണെങ്കിലും എനിക്ക് ഇവിടെ ഇടണമെന്ന് തോന്നി. ഇതൊക്കെ എൻ്റെ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ സമയത്തുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആണ് കേട്ടോ. ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫോണിൽ ക്യാപ്ചർ ചെയ്ത് വെക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ ഇപ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്നത്തെ ഒരു സ്ട്രെസ്സ് കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റണില്ല. നന്ദു UK നിന്ന് വന്നത് ഡിസംബർ 30-നായിരുന്നു. ജനുവരി 5-നായിരുന്നു കല്യാണം. ഇത് ഞങ്ങൾ പിറ്റേന്ന് പോയി എടുത്ത ഫോട്ടോസാണ്. ഒക്കെ ഒരു തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രൈഡ് ടു ബി ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും എങ്ങനെയല്ലായിരുന്നു. അതെ, ഈ കാണുന്ന മുതൽ ഇവക്ക് ലീവ് കിട്ടിയില്ല. ദുബായിലാണ് ആള്. സോ ഇവക്ക് നാട്ടിലേക്ക് വരാനുള്ള ലീവ് കിട്ടിയില്ല. ഇവളൊഴികെ ബാക്കി എല്ലാവരും കല്യാണത്തിനുണ്ടായിരുന്നു. ഇവളായിരുന്നു ബ്രൈഡ് ടു ബി അടക്കം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അവൾ വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രൈഡ് ടു ബി ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സും പിന്നെ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ വീട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയ കേക്ക് കട്ടിങ്ങും ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണേലും പോപ്പർ കറക്റ്റ് സമയത്ത് പൊട്ടിയില്ലെങ്കിലും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊട്ടി. അതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ സേവ് ദ ഡേറ്റ് പരിപാടികൾ കഴിഞ്ഞ അന്ന് തന്നെ അതേ ഡ്രസ്സിൽ തന്നെ വന്നിട്ടായിരുന്നു ബ്രൈഡ് ടു ബിയും. പിന്നെ ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. കിട്ടിയ അവസരം എൻ്റെ ചേച്ചി നല്ല രീതിക്കൊക്കെ മുതലാക്കി. എനിക്ക് പിന്നെ പിറ്റേന്നായിരുന്നു ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് എന്താണെങ്കിലും ഒരു കേക്കും കൊണ്ടുള്ള ഫേഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് തോന്നുന്നു ചേച്ചി നല്ല ആർഭാടമായിട്ട് എനിക്ക് മാത്രമല്ല നന്ദനും തേച്ച് തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അന്ന് വീഡിയോ എടുത്ത് വെച്ചത് ഇപ്പോൾ നന്നായും തോന്നുന്നുണ്ട് കേട്ടോ. അത്രയൊക്കെയുള്ളൂ. ബൈ.